നമസ്കാരം. നമ്മുടെ സിനിമ ഹിറ്റാവാനേ പല സിനിമാക്കാരും പല വഴികൾ ഈ മാർക്കറ്റിംഗ് തന്ത്രം എന്നുള്ള ലെവലിൽ സ്വീകരിക്കാറുണ്ട്. അതായത് വിവാദമാകുന്ന വിഷയങ്ങൾ ആ സ്ക്രിപ്റ്റിനകത്ത് ഉൾപ്പെടുത്തുക, അതല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ ചില ചിഹ്നങ്ങൾ, പതാകകൾ തുടങ്ങിയവയൊക്കെ ആക്ഷേപഹാസ്യമായി ഉപയോഗിക്കുക തുടങ്ങിയ പലതും ഇങ്ങനെ സിനിമയിൽ കാണിക്കുകയും അപ്പോൾ അത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് ആ സിനിമ വലിയ വിവാദമായി മാറുകയൊക്കെ ചെയ്യുന്നതാണ് നമുക്ക് പതിവ് രീതി. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഉദാഹരണമായി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിജയുടെ മെർസൽ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങി. അവിടെ മുതലാണ് ഈ ഒരു സംഭവം ആരംഭിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് GSTയെ കുറിച്ച് വിജയിയുടെ കഥാപാത്രം വളരെ കാര്യമായി പറയുമ്പോൾ അത് സംഘപരിവാർ അതിനൊരു വിഷയമാക്കി അങ്ങ് ഉയർത്തി. അങ്ങനെ ആ പതിവ് ഒരു തട്ടിപ്പൊളിപ്പൻ വിജയ് ചിത്രം വലിയ ഹിറ്റായി മാറുകയും ഒരു ഇടതുപക്ഷ ചായ്വ് അല്ലെങ്കിൽ സംഘപരിവാർ വിരുദ്ധ ചേരിയിൽ അതിന് വലിയൊരു സ്വീകാര്യത ലഭിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ചില പ്രൊപ്പഗണ്ട സിനിമകൾ പതിവായി ഇറങ്ങുന്നു, ഹിറ്റാകുന്നു. അങ്ങനെ നമ്മൾ സ്ഥിരം കാണുന്നുണ്ട്. മലയാളത്തിൽ ഒരു സിനിമ ഇറങ്ങി, അത് ആദ്യം ഇറങ്ങി എനിക്ക് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങി. ആ സിനിമ ഇറങ്ങിയപ്പോൾ അത് ശരിക്കും CPM-നകത്തുള്ള ചില വിഷയങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സിനിമയായിരുന്നു. എൻ്റെ തിരക്കഥ ഒരുക്കി സംവിധായക മുരളി ഗോപി ആയിരുന്നു. അങ്ങനെ ഒരു ഇടതുപക്ഷക്കാർ അതിനെ എതിർത്തിരുന്നു. പിന്നെ തുടർന്ന് എന്നാ താൻ കേസ് കൊടു എന്ന് പറയുന്ന ചിത്രത്തിൽ അതിൻ്റെ ടാഗ് ലൈൻ തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ പൊതുമരാമത്ത് വകുപ്പിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പോൾ അതുകൂടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഇടതുപക്ഷക്കാർ അതിനെ വിവാദമാക്കുകയും അതിനെതിരെ ശക്തമായ പ്രതിഷേധം വരെ സംഘടിപ്പിക്കുകയും ചെയ്തു. സിനിമ കാണരുത് എന്നൊക്കെ പറഞ്ഞ് അതിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടാണ് ആ ആൾക്കാർ നിന്നത്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ആൾക്കാർ സിനിമ കാണാൻ കയറിയും ആ ചിത്രം വലിയ ഹിറ്റായി തീർന്നതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഇത്തരത്തിൽ രാഷ്ട്രീയക്കാർക്കും ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. തങ്ങളെ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും ചില വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയാലേ അത്തരം ശ്രദ്ധ ലഭിക്കുമെന്നും കരുതുന്ന ചില ആൾക്കാർ, അതിലൂടെ 10 വോട്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ലഭിക്കൂ എന്ന് ചിന്തിക്കുന്നവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ആ രീതിയിൽ പ്രചാരണം നടത്തുന്നതിൽ BJPയുടെ നേതാവ് ശോഭാ സുരേന്ദ്രൻ മുന്നിൽ തന്നെയാണെന്ന് നമുക്കറിയാം. എതിരായി നിൽക്കുന്ന സ്ഥാനാർത്ഥികൾക്കെതിരെ ശക്തമായ വിമർശനം ഉന്നയിക്കാനും അവർക്കെതിരെ നിയമ നടപടി എടുക്കും എന്നൊക്കെയാണ് തെരഞ്ഞെടുപ്പിൽ പൊതുവെ എല്ലാ സ്ഥാനാർത്ഥികളും ഉയർത്തുന്ന ഒരു കാര്യം. അപ്പോഴും അത്തരം ചർച്ചകളിൽ പലപ്പോഴും വികസനവും രാഷ്ട്രീയവും ഒക്കെയാണ് ഉയർത്തിക്കൊണ്ട് വരാറുള്ളത്. എന്നാൽ എതിർ സ്ഥാനാർത്ഥിക്കെതിരായി നടത്തുന്ന പ്രഖ്യാപനങ്ങൾ കൊണ്ട് ശോഭാ സുരേന്ദ്രൻ കുപ്രസിദ്ധയാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അത് കഴക്കൂട്ടത്ത് മത്സരിച്ചപ്പോഴായിരുന്നു. CPM-ൽ നിന്നുള്ള കടകംപള്ളി സുരേന്ദ്രനെതിരായി നടത്തിയ ഒരു പ്രസ്താവന വലിയ ചർച്ചാ വിഷയമായി മാറിയതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മണ്ഡലം കൺവെൻഷനിടയിലായിരുന്നു അത്തരത്തിലൊരു പ്രയോഗം ശോഭാ സുരേന്ദ്രൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അന്ന് കടകംപള്ളിയെ പൂതന എന്നാണ് ശോഭാ സുരേന്ദ്രൻ വിശേഷിപ്പിച്ചത്. ആദ്യമൊക്കെ പ്രതികരിക്കാതൊക്കെ ഇരുന്നെങ്കിലും പിന്നീട് ശക്തമായ ഭാഷയിൽ കടകംപള്ളി പ്രതികരിച്ചിരുന്നതാണ്. അതിനിടയിൽ ശോഭാ സുരേന്ദ്രൻ്റെ പ്രചാരണ വാഹനത്തിനെതിരെ CPM പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിട്ടുവെന്നും പ്രവർത്തകർ തമ്മിൽ അടിയുണ്ടാകുകയും ഒക്കെ ചെയ്തിരുന്നു. അന്ന് നടന്ന സംഘർഷത്തെക്കുറിച്ച് കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത് BJPക്കാരാണ് ചെമ്പഴന്തി അണിയൂരിൽ നടന്ന സംഘർഷത്തിൽ ആക്രമണം അഴിച്ചുവിട്ടത് എന്നാണ്. എന്തായാലും തമ്മിലടി ഉണ്ടായി എന്ന് സാരം. പക്ഷേ ഈ ചെമ്പഴന്തി എന്ന് പറയുന്ന സ്ഥലത്ത് കൂടുതൽ BJP പ്രവർത്തകരുടെ എണ്ണം കൂടുതലാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് സ്വന്തം പാർട്ടിക്കാർക്കെതിരെ പോലും പലപ്പോഴായി കടുത്ത വിമർശനം ഉന്നയിച്ചിട്ടുള്ള ആളാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് BJP പ്രവർത്തകർക്ക് പോലും അറിവുള്ള കാര്യമാണ്. ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രന് സീറ്റ് ലഭിക്കുമോ എന്നുള്ള സംശയം പോലും പല ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നിരുന്നു. തുടർന്നാണ് ഇപ്പോൾ ആലപ്പുഴയിൽ സീറ്റ് ലഭിച്ചതും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതും. ആലപ്പുഴയിൽ പ്രചാരണത്തിന് തുടക്കമായ സമയത്താണ് KC വേണുഗോപാലിനെതിരെ ആരോപണവുമായി ശോഭാ സുരേന്ദ്രൻ രംഗത്ത് വന്നത്. ഈ കരിമണൽ കടത്ത് ലോബികളിൽ നിന്ന് പണം പറ്റി തീരദേശ ജനങ്ങളെ വഞ്ചിച്ചു എന്നാണ് ശോഭാ സുരേന്ദ്രൻ ഉയർത്തിയ ആരോപണം. അത് തീർച്ചയായും കടലോര മേഖലയിൽ താമസിക്കുന്നവർക്ക് അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. കരിമണൽ കടത്തും കരിമണൽ ഖനനവും ഒക്കെ. അപ്പോൾ അതിനെ ഒന്ന് ആൾക്കാരെ അവിടുന്ന് 10 വോട്ട് കിട്ടുക എന്നുള്ള ലക്ഷ്യമായിരിക്കണം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നത്. പക്ഷേ അതിനെ ശരിക്കും വെല്ലുവിളിച്ചുകൊണ്ടാണ് KC വേണുഗോപാൽ മറുപടി നൽകിയത്. ഇങ്ങനെ ഒരു ആരോപണത്തെ നിയമപരമായി നേരിടുമെന്ന് തന്നെയാണ് KC വേണുഗോപാൽ അറിയിച്ചത്. തൻ്റെ പക്കൽ തെളിവുണ്ടെന്ന് പറഞ്ഞിട്ടും ഇതുവരെയായി അത്തരം തെളിവുകളൊന്നും തന്നെ ശോഭാ സുരേന്ദ്രൻ പുറത്ത് വിട്ടിട്ടില്ല എന്ന് നമ്മൾ ഓർക്കണം. ഇപ്പോൾ മറ്റൊരു ആരോപണവുമായിട്ടാണ് പുള്ളിക്കാരി രംഗത്തെത്തിയിട്ടുള്ളത്. അത് ഗോകുലം ഗോപാലിനെതിരായിട്ടാണ് ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അതായത് പണം നൽകി തന്നെ സ്വാധീനിക്കാൻ കോടീശ്വരനായ ഒരു ചാനൽ മുതലാളി ശ്രമിക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട ആരോപണം. ആലപ്പുഴയിലെ ശോഭാ സുരേന്ദ്രൻ്റെ വിജയം ഇല്ലാതാക്കാൻ ചാനലിൽ നടത്തുന്ന പ്രചരണങ്ങളിലൂടെ ശ്രമിക്കുന്നുവെന്നും പറയുന്നു. ആ ചാനൽ മുതലാളി ഗോകുലം ഗോപാലൻ തന്നെയാണെന്ന് വ്യക്തമാകുന്ന തരത്തിലാണ് ശോഭാ സുരേന്ദ്രൻ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അതിന് എങ്ങനെയാണെന്ന് നോക്കാം. ചാനൽ മുതലാളിയുടെ ഒരു ഏജന്റ് തന്നെ വന്ന് കണ്ടിരുന്നു.
വെള്ളാപ്പള്ളി നടേശനെ പൊതുയോഗങ്ങളിൽ ഇത്രയധികം പുകഴ്ത്താൻ പാടില്ല. അങ്ങനെ ചെയ്താൽ ശോഭാ സുരേന്ദ്രനെ പരാജയപ്പെടുത്തുമെന്നും, മറിച്ചാണെങ്കിൽ ശോഭാ സുരേന്ദ്രന്റെ എല്ലാ തെരഞ്ഞെടുപ്പ് ചെലവുകളും താൻ വഹിക്കുമെന്നും അറിയിച്ചിരുന്നു പോലും. ഇത് നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ മുതൽ ആ മുതലാളിയുടെ ചാനലിൽ, ആ ചാനൽ ഏതാണെന്ന് നമുക്ക് മനസ്സിലായി കാണുമല്ലോ, അപകീർത്തിപരമായ വ്യാജ വാർത്തകൾ കൊടുക്കുകയാണെന്നുമാണ് ശോഭാ സുരേന്ദ്രൻ ഉയർത്തുന്ന ആരോപണം. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് വരാം. ഈ വെള്ളാപ്പള്ളി നയിക്കുന്ന BDJS NDAയുടെ ഘടകകക്ഷിയാണ്. അതുകൊണ്ടായിരിക്കും ഇത്രത്തോളം പുകഴ്ത്തി പറയേണ്ടി വരുന്നത്. ആ പുകഴ്ത്തൽ എത്രത്തോളം വ്യാജമാണെന്ന് കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. എന്ത് നന്മ ചെയ്തിട്ടാണ് വെള്ളാപ്പള്ളിയെ ഇതിന് മാത്രം പുണ്യാളനാക്കി മാറ്റുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും കേരളത്തിലുള്ളവർക്ക് മനസ്സിലാവുന്നില്ല. ഏത് രാഷ്ട്രീയ കക്ഷി കേരളത്തിൽ അധികാരമേറ്റാലും നമ്മുടെ രഞ്ജി പണിക്കരുടെ ഭാഷയിൽ പറഞ്ഞാൽ അടുക്കളപ്പുറങ്ങളിലും ക്ലിഫ് ഹൗസുകളിലും മറ്റും മുത്തും പവിഴവും പണ്ടങ്ങളും കാഴ്ചവെച്ച് മടങ്ങാൻ മടിയില്ലാത്ത പൊളിറ്റിക്കൽ വേണ്ട, ആ വാചകം തൽക്കാലം ഞാൻ മുഴുവിപ്പിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരാളെയാണ് NDA എന്ന കക്ഷി പൊക്കിക്കൊണ്ട് നടക്കുന്നത്. എന്നിട്ട് വിശുദ്ധനാക്കി പ്രഖ്യാപിക്കുകയും ചെയ്യുക എന്നുള്ളത് വേറെ കാര്യം. 4 വോട്ടിന് വേണ്ടിയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ തൽക്കാലം നമുക്ക് ക്ഷമിക്കാം. നമുക്കറിയാം, വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന കുൽസിത ശ്രമങ്ങളിൽ നിന്ന് ഒരു സമൂഹത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ശ്രീനാരായണ സഹോദര ധർമ്മവേദി എന്ന ഒരു സംഘടനയുമായി ഗോകുലം ഗോപാലൻ പ്രവർത്തനം നടത്തി വരുന്നത്. അദ്ദേഹത്തിൻ്റെ അധ്വാനത്തിലൂടെയുള്ള കാശുകൊണ്ട് അദ്ദേഹം ചാനൽ നടത്തുന്നതും നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. പക്ഷേ ചാനൽ കയ്യിലുണ്ടെങ്കിലും ഒരിക്കൽ പോലും രാഷ്ട്രീയ കാര്യങ്ങളിൽ, ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നതിനോ അഭിപ്രായം പറയുന്നതിനോ പോലും അദ്ദേഹം ഒരിക്കലും രംഗത്ത് വന്നിരുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രന്റെ ഈ ആരോപണം വന്നപ്പോൾ തന്നെ അദ്ദേഹം പ്രതികരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: തൻ്റെ പേരിൽ ശോഭാ സുരേന്ദ്രനെ ഭീഷണിപ്പെടുത്തിയ ആളിൻ്റെ പേര് വിവരങ്ങൾ പുറത്തുവിടാൻ തയ്യാറാകണമെന്നാണ് ഗോകുലം ഗോപാലൻ ഉയർത്തുന്ന ആവശ്യം. അത് ന്യായമാണ് എന്ന് തന്നെ നമുക്ക് കരുതാം. ഒരാൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചാൽ അതിന് തെളിവുകൾ നിരത്തിക്കൊണ്ട് വിശദീകരിക്കേണ്ടത് ആരോപണം ഉയർത്തുന്ന ആളിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ്. ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലും താൻ ഇടപെടാറില്ല. വ്യക്തിഹത്യ നടത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ശരിയാണ്, വെള്ളാപ്പള്ളിയെ ഒന്ന് സുഖിപ്പിച്ച് SNDP യോഗത്തിന്റെ വോട്ട് നേടുക എന്നുള്ളതിൽ കവിഞ്ഞ് ഒന്നും തന്നെ ശോഭാ സുരേന്ദ്രൻ ഉദ്ദേശിച്ചിട്ടില്ല. അതിന് രാഷ്ട്രീയത്തിൽ ഇടപെടാതെ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരാളെ ചോദ്യത്തിന്റെ മുനയിൽ നിർത്തിയിട്ട് വേണമായിരുന്നോ ഇത്തരത്തിൽ ആരോപണം ഉയർത്തേണ്ടത് എന്ന് ചോദിക്കേണ്ടി വരും. ഒരാൾ വിഭാഗീയത സൃഷ്ടിക്കാൻ വേണ്ടി സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റുമെന്ന് പ്രഖ്യാപിക്കുന്നു. ഒരാൾ മതസൗഹാർദ്ദമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി പള്ളികളിൽ പോയി നാടകം കളിക്കുന്നു. ഇതൊക്കെ കേരളക്കാർ കണ്ട് മടുത്തപ്പോൾ അടുത്ത ആരോപണവുമായി മറ്റൊരാൾ കൂടി വന്നു എന്ന് മാത്രമേ നമുക്ക് കരുതാൻ കഴിയൂ.